ഇന്ന് ഞാൻ കാണിക്കുന്ന രീതിയിൽ ചെയ്താൽ പാലപ്പം നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റായി കിട്ടും. എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് 4 കപ്പ് പച്ചരിയാണ്. ഇത് നിങ്ങൾ ഏത് അളവിലെടുത്താലും അതേ അളവിൽ തന്നെ ഞാൻ പറയുന്നത് പോലെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചരി നമ്മൾ 4 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. ഇത് കുതിർത്ത ശേഷം ചെയ്യുന്ന കാര്യമാണ്. ഇത് 4 കപ്പ് പച്ചരിക്ക് നമ്മൾ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/4 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് രണ്ടും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളി സോഫ്റ്റും സ്പോഞ്ചുമായ ഒരു നല്ല പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഓഫീസിൽ പോകുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. ചിലർക്ക് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും വയറ്റിന് പറ്റില്ല. അതുകൊണ്ട് നമ്മളതൊന്നും അധികം ചേർക്കാറുമില്ല. അങ്ങനെ പച്ചരിയും തേങ്ങയും ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായി അരച്ച് റൈസ് കുക്കറിൻ്റെ പാത്രത്തിലൊഴിച്ച് റൈസ് കുക്കറിലാണ് സൂക്ഷിച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നന്നായി പൊങ്ങി വന്നതും. അതിൽ വെച്ചൊരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും പുളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ നന്നായി കലക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിറ്റേന്ന് രാവിലെയാണ് എടുത്ത് ഉപയോഗിച്ചത്. നല്ല വണ്ണം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചീനച്ചട്ടിയിലല്ല ചുട്ടത്, ദോശക്കല്ലിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റും രുചിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലപ്പച്ചട്ടിയിൽ ചുട്ടാലും ഇതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഒരു വെറൈറ്റി ആയിരിക്കട്ടെ. കണ്ടോ, നന്നായി പൊങ്ങി വരുന്നത് കണ്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഈസ്റ്റൊന്നും നിർബന്ധമൊന്നുമില്ല. ഈ റൈസ് കുക്കർ റൈസ് ഉണ്ടാക്കാൻ മാത്രമല്ലെന്ന് മനസ്സിലായല്ലോ. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ കറി എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുക കടലയോ ബീഫോ ചിക്കനോ ആണെന്നല്ലേ. അതൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയത്. നല്ല തേങ്ങ ചട്നിയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. വെള്ള അപ്പത്തിന് വെള്ള തേങ്ങ ചമ്മന്തി. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാനും അടിപൊളി രുചിയുമായിരുന്നേ. ഇത് എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയാൽ നമ്മൾ പശു നെയ്യും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കൂടുതൽ കഴിക്കാറ്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ചൂടോടെ തന്നെ കഴിക്കണേ. സ്കൂളിലേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയത്. ചമ്മന്തിയിൽ നമ്മൾ ചേർത്തത് ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും മാത്രമാണ്. വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ആർക്കും പുളിയൊന്നും ആവശ്യമില്ല. ഇത്രയും സാധനം മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായി അരച്ചെടുക്കണേ, തരിതരിപ്പില്ലാണ്ട് അരച്ചെടുക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ അപ്പം ഇത് ഏകദേശം ഒക്കെ റെഡിയായി വരുന്നുണ്ട്. എല്ലാം തന്നെ നന്നായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും എല്ലാം നന്നായി മൂപ്പിച്ച് അതിലേക്കാണ് നമ്മൾ ചട്നി ഒഴിച്ച് കൊടുത്തത്. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആക്കിയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിൽ പോയി നമ്മൾ രാവിലെ തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടികൾക്കും സന്തോഷം, നമുക്കും സന്തോഷം. അങ്ങനെ ഓരോരാളെ ടിഫിനിലേക്ക് ഫുഡെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടി ബാക്കിയുള്ളതെല്ലാം കഴിച്ച്. എങ്ങനെയുണ്ട് നമ്മളെ പാലപ്പവും ചട്ടിനിയും? കൊള്ളാമോ? ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നവരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.